ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് പറയുന്നത് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളായിരിക്കാം, അറിയാത്തവരായിരിക്കാം. അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള കറൻറ്റ് എനർജി എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, മെസ്സഞ്ചർ ഓഫ് വാട്ടർ, 7 of fire, patience, messenger of fire, 6 of water, page of water, messenger of earth, 10 of earth, ace of air, temptation, 9 of air, messenger of air, ഒരുപാട് മെസ്സഞ്ചേഴ്സ് ഉണ്ട്. സ്റ്റാർ എനർജി, എംബ്രർ, 6 of fire, 3 of earth. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ 2 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് പാറ്റേണിലുള്ളവർക്കാണ് അത് കൂടുതൽ സ്യൂട്ട് ആവുന്നത്. ഒന്ന്, നിങ്ങളുടെ വ്യക്തിയായിട്ട് ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ സൃഷ്ടിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉള്ള വ്യക്തികൾക്ക്. മറ്റൊന്നെന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ നിങ്ങൾ മുഖേന ഉണ്ടായിരിക്കുന്നു. അതായത് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ മുഖം തിരിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ റീസൺ നിങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 സെറ്റിലുള്ള അല്ലെങ്കിൽ 2 പാറ്റേണിലുള്ളവർക്കും ഇത് സ്യൂട്ടബിൾ ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി അത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളോടായിരിക്കാം. കാരണം ഇവിടെ നമ്മൾ ഓരോ കാർഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ ഈ പേഴ്സൺ ഒന്നും പറയുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആ ഒരു നെഗറ്റിവിറ്റിയിൽ ചിത്രീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതി. കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ ഇതേ ഒരു ടോപ്പിക്ക് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ വന്നിരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് കുറച്ച് ഒരു ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് ഒരു കവറപ്പ് ചെയ്ത് ആളുടെയും കൂടി ഒരു രീതിയിൽ പറഞ്ഞ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ അന്ന് കണ്ടത്. പക്ഷെ ഇന്നിവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർലി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സ്നേഹം അവരുടെ മനസ്സിൽ മാത്രമല്ല മറ്റുള്ളവരോടും കൂടി പറയാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ എള്ളപ്പോൾ സ്നേഹം കാണിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വലിയ സ്നേഹം കാണിക്കുന്ന ആ ഒരു വ്യക്തികൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ മാറി നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റൊരാളോട് നല്ലത് പറയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരു സംഗതിയാണ്. കാരണം ആളുകൾ ഒന്ന് ആ വ്യക്തിയിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന അവസരത്തിൽ കുറ്റം പറയുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ നേരെ കാണിക്കുന്നതായിരിക്കില്ല. മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു തേർഡ് വ്യക്തിയോട് മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ആ ഒരു മെസ്സഞ്ചേഴ്സ് 4 സ്യൂട്ടിൽ നിന്നുള്ള മെസ്സഞ്ചേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ അത്രയധികം കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ ഒരു പേഴ്സണായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളായിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ആ ഒരു സെപ്പറേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ
ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു സാഹചര്യം, ഇപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട്, ലെസ് കോൺടാക്ട് ഈ ഒരു പേഴ്സൺ മുഖാന്തരമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അവരുടെ ഒരു സാക്രിഫൈസ് എനർജി കൂടി കാണാം. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ബാധിക്കുമല്ലോ എന്ന് ഓർത്ത് മനസ്സില്ലാ മനസ്സോടെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് ഈ ഒരു പേഴ്സണായിട്ട് മാറി നിൽക്കുന്ന വ്യക്തികൾക്ക് ഉള്ള കാര്യമാണ് പറയുന്നത്. കാരണം ആ ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് അവരുടെ മനസ്സിനകത്ത് കയറി വരുന്നു. എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു വാട്ടർ എനർജീസ്, ആ വാട്ടർ സയൻസ് വളരെ കൂടുതലായിട്ട് കയറി നിൽക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 6 ഓഫ് വാട്ടറാണ്. അവർ എന്ത് കാര്യമാണെന്ന് ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറിച്ചുള്ള സ്വീറ്റ് മെമ്മറീസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളിലാണ് ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നത് കൊണ്ടാണ് എനിക്ക് അവനെ അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയായിരിക്കണം മറ്റുള്ളവരോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പേഴ്സണോടാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലായിരിക്കും അവരത് കൺവേ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു, നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങളോടൊരു അപ്പോളജിയും ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു പ്രലോഭനത്തിൻ്റെ പുറകെ പോയി, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഒരു പേഴ്സൺ ട്രാപ്പായ ഒരു വ്യക്തിയായിരിക്കണം. അവരായിട്ട് തന്നെ തലവെച്ച് കൊടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരുടെ ഒരു ഫുളിഷ്നെസ് കാരണമോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ചില വ്യക്തികൾ വിശ്വസിച്ചോ ഒക്കെ എന്തിനകത്തെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് കാറ്റഗറി, അതായത് നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് ഈ ഒരു പേഴ്സൺ എന്ന് തോന്നിയിട്ട് നിങ്ങളിപ്പോൾ വലിയ മൈൻഡ് കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അവർ ആ ഒരു ടെംപ്റ്റേഷൻ്റെ പുറകെ പോയത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അപ്പോൾ ചിലരെ സംബന്ധിച്ച് അവരെ ടെംപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തോ ഒരു കാര്യത്തിൻ്റെ പുറകെ അവർ പോയിട്ടുണ്ട്. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അക്കരെ പച്ച കണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ടൊക്കെ പോയി എവിടെയെങ്കിലും സ്റ്റക്കായി പോയൊരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ ആ ഒരു വ്യക്തിക്ക് പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ട്രാപ്പായ പോലെയുള്ള ഒരു ഫീലിംഗിൽ പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റോ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് അവർക്ക് അതിനകത്ത് ഒരുപാട് വിഷമവും റിഗ്രറ്റും ഉള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഡീപ്പ് ബോണ്ടിങ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം അങ്ങനെ സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്ണർ നമ്മളെ ഒന്ന് ചീറ്റ് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ വ്യക്തിയിലേക്കോ പോയി എന്ന് പറയുമ്പോൾ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് സഹിച്ച് എന്നാലും സാരില്ല ഓക്കെ എന്നൊക്കെ പറയുന്നവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് തന്നെ അറിയാം അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഉണ്ടായതിൽ അവരുടെയും ഒരു പങ്കുണ്ട് എന്നറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളോട് അപ്പോളജി പറയാനും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു 9 ഓഫ് എയർ എനർജിയാണ്. ചുറ്റും നിന്ന് കൊത്തിപ്പറിക്കുന്ന പോലെയുള്ള ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പെയിൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന മാനസിക വിഷമം, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സോളിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ സ്റ്റാർട്ട് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന വ്യക്തികളോ, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരോ, സോഷ്യൽ മീഡിയ കണക്ഷൻ ഒരുപാട് പേരിൽ നിന്ന് നിങ്ങളുടെ ആരൊക്കെയോ ആയി മാറിയ ഒരു വ്യക്തിയോ അങ്ങനെയൊക്കെ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ചിലവരാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് നമ്മളുടെ ആരൊക്കെയായി മാറി വരുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറി വന്ന ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ എല്ലാം പറയുന്ന ആ ഒരു വ്യക്തി, എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ആംഗിളും കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു പരിധിവരെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടായതിലൊക്കെ ഇവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആരോടാണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്ത, ഈ ഒരു
നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു മണ്ടത്തരം കൊണ്ടാണ് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൺവേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും അവരോട് ഷെയർ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ചൊരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു പേഴ്സൺ, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, സോഷ്യൽ മീഡിയ പേഴ്സൺ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് ചില വ്യക്തികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ളവരല്ലാതെ മറ്റുള്ളവരും കുറച്ചധികം ആൾക്കാർ കൂടി അറിയാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഒരു ഫെയിം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നവരുടെ സ്ഥാനം കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഡിസിഷനോ കാര്യങ്ങളോ ഒക്കെ ലൈഫിൽ എടുക്കുമ്പോൾ 10 പേർ അറിയുമ്പോൾ എല്ലാവരും ആ ഒരു ഡിസിഷൻ അംഗീകരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റീനെ പേടിയുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയും കൂടി ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ടാവാം. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേരെയും കൂടി കൺസിഡർ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ആ ഒരു എംപറർ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ലയൺ എനർജിയാണ്. അതായത് സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ രാജാവാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആകുമ്പോഴത്തേക്കും നമ്മളുടെ അണ്ടറിൽ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന വേറെ വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ചിലവർ നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ചില ഇഷ്ടങ്ങൾ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. നമ്മൾ അത് മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അവരെയും കൂടി കൺസിഡർ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അതിൻ്റെ ഒരു റീസൺ. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ അവരുടെ ഈ ഒരു മൈൻഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഈ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനോടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വളരെ ധൈര്യവാനോ അല്ലെങ്കിൽ ധൈര്യവതിയായിട്ടോ ഇരിക്കുന്ന, അല്ലെങ്കിൽ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു പേഴ്സണ് ഒറ്റയ്ക്ക് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പെയിൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റൊരു വ്യക്തിയോട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആരോടാണ് ഇവർ ഷെയർ ചെയ്യുന്നതെങ്കിലും പറയുന്നത്. മാത്രമല്ല നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അങ്ങനെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ എനർജി എന്താണെന്നുള്ളത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് മറ്റൊരു വ്യക്തിയോട് ഈ ഒരു പേഴ്സൺ ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇവരുടെ യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഓവറോൾ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു ഓവറോൾ എനർജി കൂടി നോക്കാം. ഓക്കെ, എംപ്രസ് എനർജി, മൂൺ എനർജി, 5 of cups, Eight of Swords energy, Two of Cups. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം ഫൈനലായിട്ട്. ഓക്കെ, ഹാർട്ട് ബ്രേക്ക് ആണ്. അപ്പോൾ നമ്മൾക്ക് ഓവറോളായിട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. അതായത് എന്തോ ഒരു സ്റ്റക്നെസ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ പെട്ടിരിക്കുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ഹാർട്ട് ബ്രേക്ക് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അത്രയേറെ ഡീപ്പായിട്ടൊരു വോണ്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള ഇഷ്യൂസ് ഇതിനകത്ത് സംഭവിച്ചതായിട്ട് തന്നെ കാണാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എംപ്രസ് എനർജി ആൻഡ് 2 of Cups ആണ്. ആ ഒരു
വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആത്മബന്ധം കൊണ്ടായിരിക്കും ആ പേഴ്സണ് ഇത്രയേറെ നിങ്ങളിൽ തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും ഈ ഒരു പേഴ്സൺ ഇത്രയും കാര്യമായിട്ട് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം ഈ റിലേഷൻഷിപ്പിനകത്ത് ഇനിയും ഗ്രോത്ത് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് വേണം എന്നൊക്കെ ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ കൊണ്ടാണ് അവർക്കത് അവരുടെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റാനായിട്ട് കഴിയാതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു ലോസ് ഫീലിംഗ് അല്ലെങ്കിൽ നൈരാശ്യമൊക്കെ അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സിറ്റുവേഷൻസ് എല്ലാം ഓക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ഭീതി കൊണ്ടായിരിക്കും ഈ ഒരു നൈരാശ്യം ഉണ്ടായിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഈ ഒരു പേഴ്സണായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റിസ്ക് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് നിങ്ങളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് നടന്നിട്ടുണ്ടാകുന്നത്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. ഹാർട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നടന്നായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ആ ഒരു പെയിൻഫുൾ സാഹചര്യത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരിക്കാം. ഇപ്പോഴും ചിലർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റക്നെസ് ആണ് ഇതിനകത്തുള്ള പ്രശ്നം. ഒരു ട്രാപ്പിനകത്ത് പെട്ടതുപോലെയാണ് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു 2 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നടക്കാത്തതിലുള്ള ഒരു വിഷമം നമുക്കിപ്പോൾ ഓവറോളായിട്ട് നോക്കുമ്പോൾ കാണാം. അപ്പോൾ കൂടുതലായിട്ടും നോ കോൺടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തന്നെയാണ് ഇത് കൂടുതലും സ്യൂട്ട് ആവുന്നത്. കാരണം അത്രയേറെ ഒരു നൈരാശ്യം അല്ലെങ്കിൽ ആ ഒരു വിഷമം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ പേഴ്സണ് വരാൻ കഴിയുന്നില്ല. അവരുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ടൈഡപ്പ് സിറ്റുവേഷൻ കാരണം അവർക്കത് ഓവർകം ചെയ്ത് വരാൻ കഴിയുന്നില്ല. അതിൻ്റെ വിഷമമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. എന്നെ ചീറ്റ് ചെയ്ത് പോയൊരു പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് റിഗ്രറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്ത ഒരു തെറ്റ് ചിലപ്പോൾ ക്ഷമിക്കാൻ നിങ്ങൾക്ക് തയ്യാറാവണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ആ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ കറൻറ്റ്ലി ഇങ്ങനെയാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു പെയിനുണ്ട്. അതുകൊണ്ടാണ് ഒരു മറ്റുള്ളവരോട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയോടാണെന്നുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഷെയർ ചെയ്യുന്നത്. എല്ലാം അവരുടെ ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫ്ലോട്ടിങ് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ചീറ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇതൊട്ടും റെസണേറ്റ് ചെയ്യില്ല. കാരണം എന്താണ് ഇതിനകത്തുള്ള ഇഷ്യൂ എങ്കിലും കറൻറ്റ്ലി ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഡീപ്പ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു തടസ്സം മാറി നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളും കൂടി യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.